റേഷൻ കാർഡ് നമ്പർ. ഇത് എൻട്രി ചെയ്യുമ്പോൾ ഞങ്ങളിത് കാണിക്കണേ എൻ്റെ പ്രിൻ്റ്. ഹിന്ദു OBC വൈറ്റ് കാർഡാണ്. ആ പ്രോപ്പർട്ടിയൊക്കെ ഇതാക്കിയിരിക്കുന്നത് എവിടെ? പ്രോപ്പർട്ടി എൻട്രി ചെയ്തേക്കുന്നത് എവിടെ? ഇത് എത്ര സെൻറ്റാണെന്നൊക്കെ ഉള്ളത്. കുടുംബശ്രീ കാര്യങ്ങളിലൊന്നും നിങ്ങളില്ലല്ലോ? ഇല്ല. അപ്പോൾ അതൊക്കെ കൊടുത്ത തൊഴിലുറപ്പ് അതൊക്കെ. ആ ഓക്കെ. പിന്നെ ബിൽഡിങ്ങിൻ്റെ കാലപ്പഴക്കം 66 വർഷം. 60 എന്ന് വെച്ചാൽ 70 വെച്ചാൽ മതി. 1970 വെച്ചാൽ മതി. ആ ഓക്കെ. അല്ലല്ല ഇതല്ല, ഇവിടെ 70 56 വർഷം. ആ ഇനി എന്തൊക്കെയാ? പിന്നെ ഇത് മേൽക്കൂര ഇതല്ലേ? ഓട്. കോൺക്രീറ്റാ? അല്ല, ഓടും കോൺക്രീറ്റും ഉണ്ട്. ഓടും കോൺക്രീറ്റും കൂടെ പകുതിയാ? ഇതെൻ്റെ എൻ്റെ അച്ഛനെ എന്താ ആർമിയിലായതുകൊണ്ട് ഞങ്ങൾക്ക് ടാക്സ് ഇപ്പം വേണ്ട, അതുകൊണ്ടാണ്. പിന്നെ എക്സ് സർവീസാ. മുന്നങ്ങളൊരു 58 രൂപ അടച്ചിട്ടുണ്ട്, അതായത് മുന്നേ ആയിരിക്കും. അതിൽ കാണുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ എന്താ പറയുക, ഇത് ഡിജിറ്റൽ മാപ്പിംഗ് ആണിത്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് നമ്പറോ അല്ലെങ്കിൽ ഹൗസ് ഓണറുടെ പേരോ ഒക്കെ അവിടെ പഞ്ചായത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വീടിനെ കുറിച്ചുള്ള വിത്ത് ലൊക്കേഷൻ അടക്കതിൻ്റെ അകത്ത് വരും. ഇത് എൻ്റെ പേരിലും എൻ്റെ ഈ വീട് മാത്രം എൻ്റെ അമ്മയുടെ എന്ന് വെച്ചാൽ കാലശേഷം വേറെ ഒന്നിനുള്ളതല്ല. നിങ്ങളെ വീടിന്റെ മാപ്പ് ലൊക്കേഷൻ അടക്കതിൻ്റെ അകത്ത് വരും. ഇതിന്റെ പുറകിൽ ഈ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാ. അപ്പോൾ ഇതിന്റെ പുറകിൽ കാണുന്നത് നമ്മുടേതാ. 17 സെന്റ്. ഇല്ല, സ്ഥലത്തിന്റെ വേണ്ട, വീടിന്റെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ. നമ്മൾ പഞ്ചായത്തിൽ നിന്ന് മറ്റേ വില്ലേജിൽ നിന്നാ വരിക. ഇതിപ്പോ ഇവരുടെയാണ്. ഇത് ഏത് പുതിയ വീട്? ഓക്കെ. നമ്മുടെ കാണാമല്ലേ? അപ്പൊ അത് വീടിന്റെ ലൊക്കേഷൻ അടക്കം അവിടെ വരും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ബാക്കി ഇത്തരം കാര്യങ്ങൾ അവിടെ അറിയാൻ പറ്റുന്നത്. ഈ റോഡ് തന്നെയല്ലേ കാണുന്നത്? ഇത് റോഡ് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ആണ്. ഇത് ഓക്കെ. പിന്നെ ഇത് മനു എന്ന് പറഞ്ഞ ആളെ വീട്. ഇത് ഗുരുമന്ദിരം അല്ലേ? അതിന്റെ അപ്പുറത്തുള്ള ഇതിനകത്ത് വേറെ എന്തോ ഇവരുടെ വീട് എന്തോ വീട്ടുപേരെന്തോ തന്നേക്കുന്ന ഇത് അതറിയില്ല. ഇത് എൻട്രി ചെയ്ത് വെക്കുന്നതല്ലേ. ഇത് ഒരു പ്രാവശ്യം വന്നു പോയതാ, ഇവിടെയൊക്കെ സർവേ എടുത്തു പോയത്. ആളില്ലാത്തതോ അല്ലെങ്കിൽ ഇങ്ങനെ ആളുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഒന്നും കൂടി വന്ന് നോക്കുകയാണ്. എന്താ നമ്മൾ ചോദിച്ചാന്നറിയാം, പല പല ഈ ടാഗ് ഒക്കെ കൊണ്ട് വന്നില്ലേ, നമുക്ക് ഡൗട്ട് വരും. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങള് എന്താ സംശയം ഉണ്ടെങ്കിൽ മെമ്പറെ വിളിക്കുക. അതായത് മെമ്പറിനൊന്നും വിളിക്കണ്ട, പഞ്ചായത്ത് പറഞ്ഞിട്ടാണല്ലോ, പഞ്ചായത്തിന്റെ ആവശ്യത്തിനാണല്ലോ നമ്മൾ. അപ്പൊ നിങ്ങൾക്ക് മെമ്പറോ അതിലെ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട ആരെ വേണേലും വിളിച്ചാലും കുഴപ്പമില്ല. അപ്പൊ അത് പ്രൂഫ് ചെയ്യണം. കോഴിക്കോടല്ലേ വീട്? ഞാനിത് ഞാൻ പറയല്ലോ, ഇത് കോൺട്രാക്ട് ആണ്. അതുകൊണ്ടാണ് ഇത് ഒരു കമ്പനിയാണ്, കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഏത് കമ്പനി? ഊരാളെങ്കിൽ ഏതാ? ഊരാളെങ്കിൽ ULCCS. അപ്പൊ അതിൽ വർക്ക് ചെയ്യുന്ന ഇത് ഈ പഞ്ചായത്തിന്റെ വർക്ക് ആ കമ്പനിയാണ് കോൺട്രാക്ട് എടുത്തത്. ഊരാളും ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായ ഒരു രേഖയിലാണ് നമുക്ക് ഇവിടെ വരാൻ പറ്റിയത്. ഇത് 31/12/2025 ഇത് 25-26 ഇത് തീയതി 2031/12/2025. ആ സമയത്താണ് നമ്മള് ഇവിടെ എഗ്രിമെന്റ് വെച്ചത്. നമ്മള് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, കാരണം ഈ ഒരു പ്രൊജക്ടിന് കുറെ പ്രൊസീജിയർ ഉണ്ട്. ഈ പിന്നെ ഡിജിറ്റൽ സർവേക്ക് ഡ്രോൺ വർത്തണം, കുറെ പിന്നെ റോഡിന്റെ സർവേ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ സർവേ ചെയ്ത് ബാക്കി ഏറ്റവും ലാസ്റ്റാണ് നമ്മളെ ഈ പ്രോപ്പർട്ടി സർവേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആകുന്നത്. ഒരു വട്ടം ഇതിലൊക്കെ വന്നു പോയതാണ്. അപ്പൊ അതില് നമുക്കെല്ലാം അമ്മ ഇല്ലാതിരിക്കാൻ വഴിയില്ല. എന്നാ ഇത് വന്നത് മുമ്പേ? അത് എന്തായാലും 4 മാസത്തിന്റെ പുറത്തെ. 4 മാസം മുന്നേ? 4 മാസം മുന്നെയാണ്. 4 മാസത്തിന് മുമ്പേ ഇവിടെ വാണുണ്ടല്ലോ.
പിന്നെ ആ സമയം 4 മാസമല്ല, ഒരു ഇലക്ഷൻ ടൈമില്ലേ,